നിങ്ങൾ എന്താ രാവിലെ മാറ്റാൻ പോണോ? നല്ലൊരു ദിവസമായിട്ട് ചാലയെ മാറ്റാൻ വയ്യല്ല. നമ്മളെ ഇളയ കൊച്ചിന്റെ രത്തോട്ട് ചടങ്ങല്ലേ, ഭരണമാർക്കൊക്കെ അവന്റെ ഒക്കെ പെലവിളിക്ക് കൊടുക്കണ്ടി വയറുവെക്കെ. ഇതെന്തൊരു ബ്ലഡാ? അപ്പൊ ബ്ലഡ് ഒന്നും കിട്ടിയെന്നല്ല, ഞാൻ ഇപ്പൊ കുങ്കുമം കലക്കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ മതി അമ്മമാർക്ക്. നിങ്ങൾ എന്നെ നാണം കേട്ടോ മനുഷ്യ. ഇന്ന് നമ്മളെ പിള്ളേര് ചടങ്ങല്ലേ. നീ എന്നെ വിടാൻ നിക്കണ്ട, വിളിക്കേണ്ടവരൊക്കെ വിളിയടി. എന്നാ പിന്നെ ആരെയൊക്കെ വിളിക്കണമെന്ന് പറ. എന്റെ കുഞ്ഞമ്മര മോള് വളവിലെ സുമതി, എന്റെ വലിയച്ഛൻ രക്തമൂർത്തി, എന്റെ ട്രാക്കുള അപ്പച്ചൻ, പിന്നെ അലറാച്ചിളഞ്ഞ അലഞ്ഞറിഞ്ഞ നടക്കണൊക്കെ കുറെ എണ്ണം മതി. പിന്നെ നമ്മളെ കല്യാണം നീലയമ്മയെ വിളിക്കണ്ടേ? അവരെ മാത്രം വിളിക്കണ്ട, അവരാണ് കുടുംബത്തിൽ തലമൂത്തത്. എടി പാറശാല ചന്ദര ഫ്രണ്ടിൽ ഒരാൾ കിടക്കായിരുന്നു. അവരെ ജംഗിലെ ചോര പിടിക്കാൻ വേണ്ടി ഞാൻ പെയ്യപ്പോഴേ എനിക്ക് മുമ്പേ ഒരു കുപ്പി കൊണ്ട് സകലത്ര രക്തവും കുട്ടിക്കൊണ്ട് പന്ന കിളവിയാണ്. എന്നാ പിന്നെ ഞാൻ മറ്റുള്ളവരെ പോയി വിളിച്ചിട്ട് വരാം. നീ ഇപ്പൊ പോയി എങ്ങനെ ഉണ്ടാക്കണ്ട, ആ പാലര ചൂട്ടിന്നങ്ങ് പറഞ്ഞാ മതി. അതെങ്ങനെ അവിടെ നിന്ന് പറഞ്ഞാ കേക്കണേ? എടി പാലപ്പൂവിന്റെ മണം കേൾക്കുമ്പോ അവിടെ എല്ലാം ഇതങ്ങ് എത്തിക്കോളൂന്ന്. എന്നാ ഞാൻ പോയി പറയട്ടെ. ആ പറ. ലിസിയഷിയുടെയും മാഡം വിജയന്റെയും ബന്ധുമിത്രാദികൾ അറിയുവാൻ ഈ വരുന്ന 19/4/2023 ബുധനാഴ്ച രാത്രി 1 മണിക്കുള്ള രാഹുകാലത്തിൽ ഞങ്ങളുടെ ഇളയ മകൾ കാഞ്ചനയുടെ രക്തയുട്ട് ചടങ്ങ് പനയുടെ ചുവട്ടിൽ വെച്ച് നടത്തുന്ന കാര്യം സഹൃദയം അറിയിച്ചു കൊള്ളുന്നു. തുടർന്ന് ചോരസദ്യയും ഉണ്ടായിരിക്കുന്നതാണ്. ആയതിനാൽ എല്ലാ കുടുംബകക്ഷികളും ഈ ചടങ്ങിൽ പങ്കെടുത്ത് അനുഗ്രഹീതരാവണമെന്ന് വിനയപുരസൻ അഭ്യർത്ഥിക്കുന്നു. നമ്മളെ മൂത്ത മോളെ ചടങ്ങൂട്ടിനെ ആ വളവിലെ സുമതി ഉണ്ടെന്ന രക്തം വെറും പച്ചവെള്ളായിരുന്നടി. നിങ്ങൾ സമാധാനപ്പെടുന്നേ. നമുക്ക് അവളെ കൊച്ചിന്റെ രക്തം ചടങ്ങിനെ 2 കലം പച്ചവെള്ളം കൊണ്ട് കൊടുക്കാം. പിന്നെ എന്റെ ട്രാക്കുള അപ്പച്ചൻ കൊണ്ടുവന്ന ചോര നല്ല സൂപ്പർ ചോരയായിരുന്നു. കറുകറന്നല്ലേ ഇരുന്നത്? എങ്ങനെ കറുകറായിരിക്കും? കണ്ണാമൂടിലെ ഇവറേജ് സാധനം അടിച്ച് ചത്തവന്റെ രക്തം കൊണ്ടുവന്നവന്റെ കറുകറായിരിക്കും, പിന്നെ വെളുകളായിരിക്കോ? പിന്നെ ഈ ചോര സദ്യ തികയാതെ വന്നാലേ എന്തൊരു ചെയ്യും നമ്മള്? നീ ആ തൊട്ടി എടുത്തണ്ട, കോഴിക്കടയിലോട്ടൊന്ന് പോടി. പിന്നെ കാര്യം പറഞ്ഞാണ് വാങ്ങിക്കാൻ. മൂത്ത മോളെ കൂടെ വിളിച്ചോണ്ട് പോ. അവളിന് വരൂല. അവള് ചില കൊച്ചിനെ പണയറാൻ പഠിപ്പിച്ചോണ്ടിരിക്കുന്നു. മക്കളെ എനിക്ക് സ്ട്രോ നട്ടുച്ചക്ക് ഞാൻ ഇപ്പൊ എവിടെ പോയി നിക്കണം പപ്പങ്ങ തണ്ട് ഓടിച്ചോണ്ട് ഓടിക്കുന്നേ. അങ്ങനെ ഉറിഞ്ചു കുടിച്ചാ മതി. ആദ്യം എന്നെ നമ്മുടെ സ്ട്രോ. പിന്നെ അവിടെ കുറച്ച് പുളിച്ചിക്ക് ഇവിടെ നിൽക്കുന്നു, അതുകൂടി പറിച്ചോണ്ടോ. എനിക്ക് വിശന്നിട്ട് വയ്യ. ആ പുളിച്ചിക്ക ഞാൻ പറിച്ച് ഇറക്കില്ലടി. ആ പുളിച്ചിക്ക തിന്ന് എന്റെ പല്ലെല്ലാം ബോർഡായി. അതെങ്ങനെ പുളിച്ചിക്ക കഴിച്ച പല്ല് പോട് പറഞ്ഞേ? ഈ പുളിച്ചിക്ക രാത്തുള്ള ഏലസ് അടിച്ച് കയറ്റി വെച്ചിരുന്ന പിന്നെ പല്ല് പോട് വരാതെ അത്രയ്ക്ക് ആർത്തിയായിരുന്ന. മക്കളെ ഇന്നത്തെ ലിസ്റ്റ് ആരും നോക്ക്. അവനാകുമ്പോ നാട്ടുകാർക്കും ഗുണമല്ല, വീട്ടുകാർക്കും ഗുണമല്ല. കുടിച്ച് പെടുത്ത് അടിച്ച് പിറ്റായി പരിപാടി ഓടെ കിടന്ന് കൊതോടിയും കൊണ്ടോണ്ട് അവന്റെ ചോര കുടിക്കാം. തുള്ളിച്ചാടാതെ. നിങ്ങൾ എന്തിനു പറഞ്ഞത്? കൊതുകടി കൊണ്ടാണ് പറഞ്ഞത്. അവന്റെ ചോര കുടിച്ചാലേ പിള്ളേർക്കൊരു ഡെങ്കിപ്പനിയും പിടിക്കും. എനിക്ക് നാടൻ ചോര പിടിക്കാൻ കൊതിയാവണ്. ഈ 2 പിള്ളേരെ ഓർത്തിട്ടാ ഞാൻ വല്ലവന്റെ കുറവളെ കാട്ടി പിടിക്കാത്ത, അറിയാമോ? നിന്റെ അമ്മ ജീവനോടല്ലേ ഇരിക്കണേ, അവരെ ഇങ്ങോട്ട് വിളിച്ച് വരുത്താടി 2 പിള്ളേരെ നോക്കാൻ. പിന്നെ ഞാൻ പെയ്യെന്ന് പറഞ്ഞ എന്റെ അമ്മ വരൂല. അവര് 10 പാ ചവിട്ടി കീറിയേ വരുള്ളൂ. നിന്റെ അമ്മയ്ക്ക് ഒരു വായില്ലടി ഉള്ളൂ. ഞാൻ ഒരു നാട്ടു നടപ്പ് പറഞ്ഞതാ. അങ്ങനെ ഒരു സാരി വാങ്ങി കൊടുക്കാത്തന്റെ പേരില് അച്ഛന്റെ തലയിൽ ഒലക്കെടുത്ത് അടിച്ചവരാണ്. ആ പാവം തീരെ അവർക്ക് വരാൻ പറ്റുമോ മനുഷ്യ? അത് വരാൻ പറ്റൂല. പിന്നെ എന്റെ അമ്മ ഇങ്ങോട്ട് നീ വിളിക്കാൻ നോക്കിയ ഒരു കാര്യം നടക്കൂല. അമ്മ വിളിച്ചാ മതി. ഇപ്പം എന്റെ അമ്മ ഇങ്ങോട്ട് വന്നാലേ കല്യാണം കഴിഞ്ഞ എനിക്ക് 2 പിള്ളേരുള്ള കാര്യം മൊത്തം ചളാ ഓടി. അതെന്താ അറിഞ്ഞ കുഴപ്പം? എടി ഞാൻ ജീവനോടെ എന്ന സമയത്ത് 10 ഉരുപ്പണി 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എന്നെ പെണ്ണ് കെട്ടിക്കൊള്ളെന്ന് പറഞ്ഞ 45 വയസ്സ് വരെ പിടിച്ചിട്ട് പന്ന കിളവിയാണ് ഇങ്ങോട്ട് വിളിച്ച് വരത്തുള്ളത്. കണക്കായിപ്പോയി. എന്റെ അമ്മയുടെ ശല്യം സഹിക്കാൻ വയ്യാത്തോണ്ടാ ഞാൻ ആറ്റിലെടുത്ത് ചാടിയത്. ഞാൻ മര്യാദയ്ക്ക് ആ കൈതരടയിൽ ചാരയെ മാറ്റിക്കൊണ്ടിരുന്നതാ. നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ കൂടെ ചാടി നിന്റെ മുടിക്കൊണ്ടോടെ ഞാൻ പിടിച്ചപ്പോ നീ എന്റെ മുടിക്കൊണ്ടോടെ വെള്ളത്തിൽ മുക്കി കൊന്നവളാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോ കാണാനും കൊള്ളാം. നിങ്ങളും കന്നി ഞാനും കന്നി. നമുക്കൊരു കഞ്ഞി വെക്കാന്ന് ഞാനും കരുതി. പന അതല്ല പന. നീ എന്തേടി എന്റെ പനരെ ചൂട്ടി കിടന്ന് കറങ്ങാതെ കണ്ടോന്റെ പനരെ ചൂട്ടി കിടന്ന് കറങ്ങണം? അത് പിന്നെ എന്റെ അപ്പം മണ്ടേ കുറയ്ക്കാൻ വേണ്ടി മണ്ടയിൽ വരെ താഴെ
വീണാ മരിച്ചത്. അപ്പൂപ്പ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നെ, പക്ഷെ ഇതുവരെ എന്റെ കണ്ണി കണ്ടില്ല. നീ എങ്ങനെ കടന്ന് കറങ്ങ് എടി, അങ്ങനെ 24 മണിക്കൂറും കരമനക്ക് കുളിക്കട കടന്ന് കറങ്ങണ്. തെങ്ങിയിടണ്ട തലാപ്പെടുത്ത് പനയിലിട്ട് ഞാൻ ഇങ്ങനെ തന്നെ സംഭവിക്കും. വല്ല കമ്മൂലല്ല ഇട്ടിരുന്നെങ്കി. അതെന്ത് കമ്മൂലിട്ടാ? എടി കമ്മൂലിട്ട് അടക്ക കിട്ടൂലേ. പിന്നെ കാണ്ട പെണ്ണുങ്ങടുത്തെല്ലാം ചുണ്ണാമ്പണ്ട എന്നും പറഞ്ഞ് അടക്കും. ഈ തൊഴിലുറപ്പ് പെണ്ണുങ്ങാണ് കാട്ടിലോട്ട് ഇറങ്ങാൻ വയ്ക്കാം. ആന്തടി അവിടെ അത്രയും മരുഭൂമിലാക്കിയിട്ടിരിക്കണേ. എന്താ പറയുക, ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഒരു കിള കെട്ടാ. അങ്ങോട്ടൊന്ന് ക്യാരക്കോട്, അവിടെ മൊത്തം ഇരുമ്പായുധങ്ങളാണ്, വെട്ടിക്കീറി പൊളന്ന് വിടും. പിന്നെ ഡ്രാക്കുള പോയി അല്ലേ അങ്ങനെല്ലാം കൊടുക്കാൻ കരുതി വെച്ചിട്ടുണ്ടാടി. പിന്നെ എന്റെ പിള്ളേർക്ക് കൊടുക്കാൻ കരുതി വെച്ചില്ല. പിന്നെ നിങ്ങളെ അപ്പൂപ്പന് എടി അങ്ങേരുള്ളതാണ് 3 നേരം ചൂട് രക്തം കിട്ടണത്. എടി രാവും പകലും ഇല്ലാതെ പല്ലവന്റെ ചങ്കിലെ ചോര പിടിക്കാൻ വേണ്ടി അങ്ങനെ നെട്ടോട്ടം ഓടുമ്പോഴേ അങ്ങേർക്കും തോന്നൂലടി. ഒരു തട്ടുകട കാണുമ്പോ ഒരു രസവട, 2 പപ്പടം, 2 ദോശ കഴിക്കണം. അപ്പൊ അങ്ങനെ കയ്യിലും വല്ല ചില്ലറ വേണ്ടി. നിങ്ങൾ ആൾക്കാർ വെളിയിടണം, അങ്ങോട്ട് ചെല്ലുന്നേ. തള്ള ഞാൻ പോവൂല. എടി ഞാൻ പോകുമ്പോ അല്ലേ ജീവനോടെ ഇരുന്ന സമയത്ത് ഈ ഭർത്ത കിളവി ഉണ്ടല്ലേ, 1 ഉരുള ചോറിനെ തിന്നാൻ താമസിക്കാത്ത കിളവിയാണ്. ഞാൻ ചത്ത ശേഷം 3 ഉരുള ചോറും പടുക്കയിട്ടുണ്ട് വിളിക്കണത്. അതുകൊണ്ട് ഞാൻ പോവൂല. എടി ഞാൻ പോയ തന്നെയും എനിക്ക് വെച്ചിരിക്കുന്ന ഉരുള എല്ലാം കാക്കോത്തി കൊണ്ട് പോണ്. എനിക്ക് കിട്ടണല്ല മൺകലം. അപ്പൊ അതാണ് ആ പനയുടെ ചോട്ടിലുള്ള മൺകല. ഞാൻ ഉറക്കൊഴിഞ്ഞത് വെറുതെയായി. എന്തിനടി ഉറക്കൊഴിഞ്ഞത്? അത് യാവനെങ്കിൽ പനങ്ങൾ കുടിക്കാൻ കൊണ്ട് വെച്ചിരിക്കണെന്ന് വിചാരിച്ച്. ഏതായാലും അവരത് എടുക്കാൻ വരുമല്ലോ. അപ്പൊ അവന്റെ കൊരവണ്ടി കടിച്ചു പറിക്കാന്ന് പറഞ്ഞ് കാത്തിരുന്നല്ലേ ഞാൻ. വരാൻ കണ്ട സമയം എനിക്ക് വയ്യ. നീ കത്ത പോയാണ് നിങ്ങളെ വീട്ടില്. തള്ള എന്റെ അപ്പൂപ്പൈ ജീവനോടെ ഇരുന്നപ്പോഴേ എനിക്ക് ഒരു മനസ്സാ വന്നില്ല. നല്ലൊരു ചടങ്ങായിട്ട് എനിക്ക് ചാവാൻ കണ്ട സമയം. അപ്പൊ നമ്മളെ പിള്ളേർ ചടങ്ങ് കട്ടാ പോകാം.